ഇന്നേ ദിവസം ഈശോയുടെ സ്നേഹത്തിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. എന്താണ് ഈശോയുടെ സ്നേഹത്തിന്റെ അഭിഷേകം? ചേർത്ത് നിർത്തുന്ന, കരുതുന്ന അപ്പനായ ഈശോയുടെ ആ സ്നേഹം നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ ആ കരുണയുള്ള അപ്പനാണ് ഈശോ, അല്ലെ? ആ കരുണാമനായ ഈശോയുടെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്ന് ഉള്ള ആ സ്നേഹം, ദൈവസ്നേഹം നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒക്കെ വലിയ വിശ്രമം ലഭിക്കുകയാണ്. അതാണ് ഈശോയുടെ സ്നേഹം നൽകുന്ന റെസ്റ്റ്. നമ്മൾ സക്കേവൂസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, സക്കേവൂസ് ഭൗതികമായിട്ട് ഒരുപാട് നന്മകളോ അനുഗ്രഹങ്ങളോ ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ആള് റെസ്റ്റ്ലെസ് ആയിരുന്നു. അങ്ങനെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് തന്നെ സ്നേഹത്തിന് വേണ്ടി തിരയുകയാണ്, അക്സെപ്റ്റൻസിന് വേണ്ടി തിരയുകയാണ്. എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന സ്നേഹമുള്ള പിതാവിനെ പങ്കുവെക്കുന്ന ഈശോ ആ തെരുവോരങ്ങളിലൂടെ ആ ടൗണിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒരു മരത്തിന്റെ മുകളിൽ, ആള് പൊക്കമില്ലാത്ത കാരണം ഒരു മരത്തിന്റെ മുകളിലോട്ട് വലിഞ്ഞു കയറി ഈശോനെ കാണാൻ ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ആ ആഗ്രഹം മാത്രം ഉണ്ടോ, ഹൃദയത്തിൽ ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തെ ഈശോ അറിഞ്ഞു. ഈശോയുമായിട്ട് സക്കേവൂസിന് എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ? ഈശോയ്ക്കറിയാം സക്കേവൂസിനെ, പക്ഷെ സക്കേവൂസ് മാനുഷികമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോൾ തന്നെ ഈശോ പറയുകയാണ്, സക്കേവൂസേ നീ താഴെ ഇറങ്ങി വാ, ഇത് നിന്റെ വീട്ടിലോട്ട് ഞാൻ വരാൻ വേണ്ടി പോവുകയാണ്. അതാണ് കർത്താവിന്റെ ഹൃദയം. നമ്മളുടെ മനസ്സൊന്ന് ആഗ്രഹിക്കാൻ വേണ്ടി കൊതിക്കുകയാണ്. എന്നാ കർത്താവിന്റെ സ്നേഹത്തിൽ നിറയാൻ നീ ഒന്ന് ആഗ്രഹിച്ച് കർത്താവ് നിന്നെ പൊതിഞ്ഞു പിടിക്കും. ദൈവസ്നേഹം കൊണ്ട് നിന്നെ പൊതിഞ്ഞു പിടിക്കും. ഈശോ വിശുദ്ധ ഫൗസ്റ്റിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രസ്റ്റ് ചെയ്യുക എന്നെ, എന്റെ കരുണാർദ്ദം, എന്റെ കരുണ നിന്നെ പൊതിഞ്ഞു പിടിക്കും. ആ കരുണ ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്രമം ലഭിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റിന അന്തിമ വിശ്രമം കൊള്ളുന്ന ഡിവൈൻ മേഴ്സി ഷ്രൈൻ ആണ് നിങ്ങൾ എന്റെ പിൻപിൽ കാണുന്നത്. ഞങ്ങളിപ്പോ നടന്നു പൊക്കോണ്ടിരിക്കുന്നത് യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെ ബസലിക്ക, യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പയുടെ ബസലിക്കയിലേക്കാണ്. ഇവിടെ നല്ല മഞ്ഞ് പെയ്ത, ഇന്ന് മോർണിംഗിൽ നല്ല -8 ആയിരുന്നു, -8 -10 വരെ വന്നു. അതുകൊണ്ട് നല്ല മഞ്ഞ് പെയ്ത്തായതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. നല്ല തെന്നലൊക്കെ ഉള്ള സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർണാടക ചുമലേക്ക് ചെല്ലി അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ. കർത്താവിന്റെ വലിയ സ്നേഹം, ഞാനിവിടെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് നൽകി. ഈശോയുടെ സ്നേഹം ഒന്ന് നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്തും എന്നേക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു.